കൂട്ടുകാർക്ക് നമസ്കാരം കേട്ടോ. അപ്പതാ ഞാൻ കുറേ പച്ചച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ ചെറുതായി ചീന്തി ഉണക്കി നല്ല കിലുകിലാനാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് ഞാനൊരു ടിന്നിലിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ്. ഇത് എന്തിനാണെന്ന് അറിയോ? നമ്മുടെ ചായക്ക് 4 മണി ചായക്കൊക്കെ വറുത്ത് തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാ പഴുത്ത ചക്കയും ഞാൻ ഇതുപോലെ നല്ല വെയിലത്ത് ഉണക്കി കില്ലേനാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതും അതേ നമ്മൾ വറുത്തത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല ചക്കകൾക്കൊക്കെ ഒരുപാട് ഗുണമുണ്ട് അല്ലേ. ഇപ്പം ചക്ക കിട്ടുന്ന ടൈമിൽ ഈ വേനലിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. കുട്ടികൾ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ അവർക്ക് ചായക്ക് കൊടുക്കുമ്പോൾ കറുമുറു അവർ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഞാൻ കറിയിലിടാൻ വേണ്ടിയിട്ടും അച്ചാറിടാൻ വേണ്ടിയിട്ടും കുറച്ച് ഇരുമ്പം പുളി, നമ്മൾ ഓർക്കാപ്പുളി എന്നൊക്കെ പറയും കേട്ടോ, നല്ലപോലെ ഉപ്പിൽ കുഴച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അച്ചാറിടുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വേണം, ഉലുവപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ. അച്ചാർ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതും ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണ്. പിന്നെ അതാ ഞാൻ കുറച്ച് കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുകയാണ് കേട്ടോ. കൊണ്ടാട്ടമുളക് നമ്മൾ തൈരിൽ മോരിലിട്ടിട്ട് ഉണക്കിയതാണ് കേട്ടത്. ആദ്യം ഒന്ന് വെയിലത്തിടും, പിന്നെ മോരിലിടും, പിന്നെ വെയിലത്തിടും, പിന്നെ മോരിലിടും, പിന്നെ വെയിലത്തിടും, പിന്നെ മോരിലിടും, പിന്നെ വെയിലത്തിടും, പിന്നെ മോരിലിടും കേട്ടോ. അങ്ങനെ കൊണ്ടാട്ടമുളകും ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടാറ്റാ.